ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ, ഇത് ദുർഗമാളല്ലേ? അതെ. ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. സുഖം തന്നെ മോളെ. നീ വലിയ കുട്ടിയായി പോയല്ല. ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും തന്റെ കൈപുണ്യത്തിന് രുചി കിട്ടില്ലല്ലോ. ഇങ്ങനെ പുകഴ്ത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല. എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണം. എന്തെങ്കിലും വീഴ്ച നോക്കുന്നേ? ഐ എം ഓൾവേസ് അറ്റ് യുവർ സർവീസ്. എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഇൻവിറ്റേഷനോ? എന്തിന്റെ? എന്റെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന്. അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും വർഷങ്ങളായി. ഇതിനു മുൻപ് ഇങ്ങനൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആരാ ഇൻവിറ്റേഷൻ അയച്ചത്? അറിയില്ല. അത് ഒരു ഫേക്ക് ഇൻവിറ്റേഷൻ ആയിരിക്കോ? അറിയില്ല. എന്തായാലും എനിക്ക് പോകണം. കിരൺ ഒന്നെന്റെ കൂടെ വരുമോ? തീർച്ചയായും വരും. തന്റെ ഒപ്പം എവിടേക്കാണെങ്കിലും ഞാൻ വരും. ശരി, അപ്പോ നാളെ സ്കൂളിൽ ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പോവാം. ഓ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ പിന്നെ ഫുഡ് എടുത്തിട്ട് വരാം. സ്ലിപ്പായതാ. സൂക്ഷിക്കണ്ടേ? ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ താഴെ വീണേനെ. താങ്ക്സ്. പോട്ടെ. മോളെ, നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതിത്ര വലിയ കാര്യമായിട്ട് കാണേണ്ടതുണ്ടോ മോളെ? ചെറിയച്ഛൻ അറിയാലോ, ഞാൻ ജീവിക്കുന്ന തന്നെ എന്റെ മോൾക്ക് വേണ്ടിട്ടാ. ഇന്നാ ടീച്ചർ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയച്ഛ. നിന്നെ എനിക്ക് മനസ്സിലാവും. നിനക്ക് ധുനിമോളെ പോലെയാണ് എനിക്ക് നീ. ആ സ്നേഹവും അധികാരവും കൊണ്ട് ചെറിയച്ഛ ഒരു കാര്യം പറഞ്ഞാൽ മോളത് മനസ്സിലാക്കണം. ചെറിയച്ഛൻ പറയേ. സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ധുനിമോക്ക് ചില കുറവുകളുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. ഇത്തരം ഏത് സ്കൂളിൽ അയച്ചാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാം. അത് നമ്മുടെ കുഞ്ഞിനെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത്? ധ്വനിമോളെ സ്കൂളിൽ അയക്കാതിരിക്കണമെന്നാണോ പറയുന്നേ? അങ്ങനെയല്ല. ധുനിമോളുടെ കഴിവുകൾ മനസ്സിലാക്കി മോൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ അവളെ അയക്കാൻ. അവിടെ അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും അവൾക്ക് സാധിക്കും. അതിന് അവളെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റുള്ളവർക്ക് കുറവുകളായി തോന്നുന്നതെല്ലാം കഴിവുകളായി മാറ്റുന്നതുകൊണ്ട് അത്തരം സ്കൂളുകൾ സ്പെഷ്യലാവുന്നത്. ചെറിയച്ഛൻ പറയുന്നതൊക്കെ ശരിയാ. ഞാനും അങ്ങനെ ആലോചിച്ചു. പക്ഷേ അത്തരം സുരക്ഷിതമായൊരു സ്ഥലവും കൂടെ വേണ്ടേ? വേണം. അത് നമ്മൾ കണ്ടെത്തണം. അഷിതയുടെ ചേച്ചി ദുർഗ പഠിപ്പിക്കുന്നത് നമ്മുടെ ധ്വനിമോളെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണെന്നല്ലേ അന്ന് അവര് പറഞ്ഞത്? നമുക്ക് മോളെ അവിടെ ആക്കിയാലോ? അത് ശരിയാ. വിവാഹം ഉടനെ നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് മോളെ അവിടെ ചേർത്താൽ ഒരു പ്രത്യേക പരിഗണന കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഏതായാലും ആ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. അതാ മോളെ നല്ലത്. ബന്ധുക്കളാവുമ്പോ ധ്വനിമോളുടെ കാര്യത്തില് നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അതെ.
അവിടെ നിർത്തി നിർത്തി നിർത്തി. ആ സാറേ കാശ് തന്നില്ല. ആരാടെ? ഓ പോയതല്ല, വീട് ഇതാണോ നോക്കാൻ വേണ്ടി പോയതാ. എത്രയായി? 350. 350 രൂപയാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ആ RC ബുക്ക് ഇങ്ങോട്ട്, ഈ ഓട്ടോ ഞാൻ വാങ്ങിച്ചോളാം. ഇത് ആൾക്കാരുടെ സ്ഥിരം പരിപാടിയാ. കാശ് ചോദിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനവും കിട്ടൂല. ആ സമാധാനം കിട്ടണമെങ്കിലേ കാശ് കുറച്ച് വാങ്ങിക്കണം കേട്ടാ. ആ. 300 മതി, ഇനി അടുത്ത ആളെ പിഴിയാനുള്ളതല്ലേ. മീറ്ററൊക്കെ ഇട്ട് ഓർണം കേട്ടാ. ആ ഓ ഇട്ടോളാം സാറേ. സൗദാവന്യമേ, 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 സൗദാവന്യമേ. ആഹാ അമ്മേ. എന്തൊക്കെ ഉണ്ട് വിശേഷം? എന്താ മനസ്സിലായ? എത്ര നാളായി കണ്ടിട്ട്? അല്ലാതെ നീ എവിടെയായിരുന്നു? അതൊക്കെ പറയാം. അല്ല ഗിരിജയല്ലേ അത്? അതെ. അല്ല എന്തൊക്കെയുണ്ട് ഗിരിജ? അല്ല നിനക്ക് മനസ്സിലായില്ലേ? കുട്ടൻ. കുട്ട ആ ഓർമ്മയുണ്ട്. അത് കൊള്ളാം, പിന്നെ ഓർമ്മയായിരിക്കും. സുഖല്ലേ കുട്ടേട്ടാ? ചേച്ചി വന്നില്ലേ? ഇല്ല, ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളെല്ലാരും അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. കുട്ട ഓ ഓ, ദേവനകത്തുണ്ട്. ദാ വരണം. ദേവാ ധാര വന്നേ നോക്കിയേ. ദേവേട്ടാ. ആഹാ, ആര്? കുട്ടനോ? ആ, വാ. എന്തുണ്ട് കുട്ട? പിന്നെ കാലിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതെന്താ എത്താൻ ഇത്രയും താമസിച്ചത്? അത് ആ? അപ്പൊ കുട്ടൻ വരുന്ന കാര്യം നിന്നെ അറിയിച്ചിരുന്നു അല്ലേ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ കുട്ടനല്ല ആള്. ഇവിടെ എത്തുമെന്ന് പറഞ്ഞാലും എത്തിക്കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റൂ. നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷനാവാനും പ്രത്യക്ഷപ്പെടാനും ഒക്കെ സിദ്ധിയുള്ള ആളല്ലേ? ദേവേട്ടാ, അങ്ങനെ തന്നെ കളിയാക്കൊന്നും വേണ്ട. ജോലിയുടെ കാര്യമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അതിനെന്നെ കുറ്റപ്പെടുത്താതെ. അല്ല ഇതാര്? വസുമതിയെ മനസ്സിലായ തന്നെ? ഇല്ല. ഇല്ല. അല്ല വസുമതിക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഞാനേ ജയശ്രീ ഉള്ളപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ കുട്ടൻപിള്ള ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ തന്നെയായിരുന്നു. ആ ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, ഇത് ദുർഗമോളല്ലേ? അതെ. ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. സുഖം തന്നെ മോളെ. ആ നീ വലിയ കുട്ടിയായി പോയല്ല. മോളിപ്പോ എത്രയാ പഠിക്കുന്നേ? പഠിക്കുക. അവളിപ്പോ ടീച്ചറാ. സർവവും നീ ചിന്മയി